ഹലോ ഫ്രണ്ട്സ്, സക്സസ് അക്കാഡമിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2024 പുതിയ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതായത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ വിവിധ ബ്രാഞ്ചുകളിലേക്കുള്ള അപ്രൻറ്റീസ് പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ 2024-25 ആ ഒരു ടെന്യുവറിലേക്കാണ് ഈ അപ്രൻറ്റീസ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി 21 അപ്പോൾ ഫെബ്രുവരി 21 മുതൽ മാർച്ച് 6 വരെയാണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ ഏകദേശം മാർച്ച് മാസത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ വേക്കൻസി ഓൾ ഓവർ ഇന്ത്യ ഇപ്പോൾ ഉള്ളത് 3000 വേക്കൻസിയാണ്. അതിൽ കേരളത്തിലുള്ള വേക്കൻസി 87 ആണ്. അത് കൊച്ചിയിലും തിരുവനന്തപുരത്തും ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 87 വേക്കൻസിയാണ് കേരളത്തിലുള്ളത്. ഓൾ ഓവർ ഇന്ത്യ 3000 വേക്കൻസിയാണ് ഉള്ളത്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടവരുടെ ഏജ് ലിമിറ്റ് പറയുന്നത് 1996 ഏപ്രിൽ 1 2004 മാർച്ച് 31 ഇടയ്ക്ക് ജനിച്ച കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. അപ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നത് അതാണ്. 1996 ഏപ്രിൽ 1 2004 മാർച്ച് 31 ഇടയ്ക്ക് ജനിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താ ചോദിക്കുന്നത്? ഗ്രാജുവേഷനാണ്. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ അതാണ് ചോദിക്കുന്നത്. ഇനി ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ പീരീഡ് വരുന്നത് 12 മന്ത്സ് ആണ്. അതായത് 1 വർഷത്തേക്കാണ് നിയമനം. പിന്നെ ഈ ഒരു കാലയളവിൽ നമുക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ് അത് റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ ബ്രാഞ്ച് ആണെങ്കിൽ അവിടെ 15,000 രൂപയാണ് കിട്ടുന്നത്. അർബൻ ബ്രാഞ്ചസിലും മെട്രോ ബ്രാഞ്ചസിലും സെയിം എമൗണ്ട് തന്നെയാണ്. അപ്പോൾ 15,000 ആയിരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൈഫൻഡായിട്ട് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ അപ്രൻറ്റീസ്ഷിപ്പ് പോർട്ടലിൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ വെബ്സൈറ്റ് ഇതാണ് www.nats.education.gov.in. അപ്പോൾ ഇതിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അങ്ങനെ 100% നമ്മളുടെ രജിസ്ട്രേഷൻ അതിൽ കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് ബാങ്കിൻ്റെ അപ്രൻറ്റീസ്ഷിപ്പിന് ഏത് ബാങ്കാണോ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ പറയുന്നത്, അപ്പോൾ അതിൻ്റെ അപ്രൻറ്റീസ്ഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും. ഇനി ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നുണ്ട്. അതിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഇൻറ്റിമേഷൻ ഫീസ് വരുന്നത് 400 രൂപയാണ്. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ഓൾ വിമൻ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്ക് സെഷൻ അവർക്ക് 600 രൂപയാണ് ഫീസ്. ഓൾ അതർ കാൻഡിഡേറ്റ്സിന് 800 ആണ് ഫീസ് പറയുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഓൺലൈൻ റിട്ടൺ എക്സാമിൻ്റെയും പിന്നെ ലോക്കൽ ലാംഗ്വേജ് പ്രൂഫിൻ്റെയും പിന്നെ ഇൻ്റർവ്യൂവിൻ്റെയും ബേസിസിലായിരിക്കും. അതിൽ ഓൺലൈൻ റിട്ടൺ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 5 പാർട്ടായിട്ടാണ് അതിൽ എക്സാമിനേഷൻ്റെ ഒരു സ്കീം വരുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടിൽ ക്വാണ്ടിറ്റേറ്റീവ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 1 വരുന്നത്. പാർട്ട് 2 ബേസിക് റീറ്റെയിൽ ലയബിലിറ്റി പ്രോഡക്ട്സ്, പിന്നെ പാർട്ട് 3 ബേസിക് റീറ്റെയിൽ അസറ്റ് പ്രോഡക്ട്സ്, 4 ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സ്, 5 പാർട്ട് 5 ബേസിക് ഇൻഷുറൻസ് പ്രോഡക്ട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും ഓൺലൈൻ റിട്ടൺ എക്സാമിനേഷനിൽ വരുന്ന കാര്യങ്ങൾ. ഇനി ലോക്കൽ ലാംഗ്വേജിൻ്റെ പ്രൂഫ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഏത് സോണിലേക്കാണ് ഏത് റീജിയനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? 8 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ +2 അതിൽ നമ്മളുടെ ലാംഗ്വേജ് നമ്മൾ ഈ ഏത് റീജിയനിൽ, ഇപ്പോൾ കേരളം ആണെങ്കിൽ മലയാളം പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡിൽ മലയാളം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.